മലയാളികൾ ഒരിക്കലും മറക്കാത്തൊരു ചിത്രമാണ് കഥ പറയുമ്പോൾ സിനിമയിലെ ശ്രീനിവാസന്റെ ഇളയ മകളായി അഭിനയിച്ച നടി രേവതി ഇപ്പോൾ വളർന്ന വലിയ കുട്ടിയായി കല്യാണപ്രായമായിരിക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ ഞെട്ടലായിരുന്നു. അങ്ങനെ എല്ലാവരുടെയും സന്തോഷത്തോടെയുള്ള ആ വാർത്ത പുറത്തു വന്നു. അന്ന് കഥ പറയുമ്പോൾ സിനിമയിൽ ബാലന്റെ ഇളയ മകളായി അഭിനയിച്ച താരം ഇപ്പോൾ വിവാഹിതയായിരിക്കുകയാണ്. ഗുരുവായൂർ ക്ഷേത്ര നടയിലെത്തിയാണ് ഇപ്പോൾ രേവതി വിവാഹിതയായിരിക്കുന്ന വിശേഷം എല്ലാവരെയും അറിയിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന വാർത്ത ഓരോന്നോരോന്നായി തന്നെ എല്ലാ പ്രേക്ഷകരും ഏറ്റെടുക്കുകയാണ് എന്ന് തന്നെ പറയാം. നടിയുടെ മുഴുവൻ പേര് രേവതി ശിവകുമാർ എന്നാണ്. നന്ദു സുദർശനാണ് രേവതിയുടെ വരൻ. ഇരുവർക്കും ആശംസകൾ അറിയിച്ച് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത്. താരത്തിനെ തിരിച്ചറിഞ്ഞ നിരവധി പേർ ആശംസ പ്രവാഹവുമായി എത്തുകയാണ് എന്ന് തന്നെ പറയാം. ഇപ്പോഴാ നടി രേവതിയുടെ വിവാഹം കഴിഞ്ഞിരിക്കുകയാണ്. നന്ദു സുദർശൻ രേവതിയെ കൈകൂപ്പി വിളിച്ചുകൊണ്ടുവരുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. രണ്ടുപേരും പരസ്പരം തുളസിമാല ചാർത്തി ഇരുവരും വിവാഹിതരായത് അറിയിച്ചിരിക്കുന്നു. കോട്ടയം പൊൻകുന്നം ചിറക്കടവ് സ്വദേശിയാണ് രേവതി. സംവിധായകൻ ഋഷി ശിവകുമാറിന്റെ സഹോദരിയാണ്. ഗുരുവായൂരിൽ വെച്ചാണ് രേവതിയുടെയും നന്ദുവിൻ്റെയും വിവാഹം കഴിഞ്ഞത്. കഥ പറയുമ്പോൾ സിനിമ ശേഷം മകൻ്റെ അച്ഛൻ സിനിമയിലും ശ്രീനിവാസന്റെ മകളായി രേവതി അഭിനയിച്ചു. പിന്നീട് വടക്കൻ സെൽഫിയിൽ നിവിൻ്റെ അനിയത്തിയായും വള്ളിയും തെറ്റി പുള്ളിയും തെറ്റിയിൽ ചാക്കോച്ചൻ്റെ അനിയത്തിയായും ഒക്കെ അഭിനയിച്ചു. കഥ പറയുമ്പോൾ തമിഴ് റീമേക്ക് കൂസലിനും രേവതി അഭിനയിച്ചു.